ഒരു കാര്യം ട്രെൻഡാകുമ്പോൾ അതിന് പിന്നാലെ പോവുക എന്നുള്ളത് നമ്മളെയൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു സ്വഭാവമാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജിൻ്റെ സ്റ്റൈലാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വളരെ ഈസിയായി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അഥവാ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ട്രെൻഡിങ് മറ്റുള്ളവരിലേക്കും എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇമേജുകൾ നിങ്ങളുടെ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വൈക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കുക കമ്പ്യൂട്ടറിലാണ്. അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷനുമുണ്ട്. ആപ്ലിക്കേഷനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് വെബ്സൈറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ ഇതേ രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ബ്രൗസറിനെ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റായിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ക്രിയേറ്റ് ഇമേജ് ഫ്രം വേർഡ്സ് വിത്ത് AI എന്നുള്ള ഓപ്ഷനും അതിന് താഴെ നമുക്കൊരു കോളവും കാണാൻ സാധിക്കും. ആ ഭാഗത്ത് നമുക്ക് ആവശ്യമായ പ്രോംപ്റ്റുകൾ നമ്മൾ എഴുതി കൊടുക്കണം. അതിന് മുൻപ് പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ അക്കൗണ്ട് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ ലോഗിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എനിക്ക് ആവശ്യമായ പ്രോംപ്റ്റ് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതേ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ ചില എഡിറ്റുകളും മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നത് കാണാം. ക്രിയേറ്റ് എ 3D ഇല്ലസ്ട്രേഷൻ ആസ് ആനിമേറ്റഡ് ക്യാരക്ടർ സിറ്റിംഗ് കാഷ്വലി ഓൺ എ ടോപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ലോഗോ. ലോഗോയുടെ പേര് ഏത് സോഷ്യൽ മീഡിയയുടെ ലോഗോ ആണ് അത് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം എന്നുള്ളത് കൊടുത്തു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിരവധി കണ്ടന്റുകളുണ്ട്. ഒരാൾ ഈ ഐക്കണിന് മുകളിൽ ഷൂ ഒക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു കണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ കളർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഏജിൽ മാറ്റം വരുത്തണം, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേ രീതിയിൽ ഇതേ രീതി ഇവിടെ എഴുതിയതുപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അതിന് താഴെ വിത്ത് യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. യൂസർ നെയിം എന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നെയിം എന്ന് കാണാം. അത് എഡിറ്റ് ചെയ്ത് നമുക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ നെയിം എന്താണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൻ്റെ നെയിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്തു. അതുപോലെ ഇനി ഇതിലേതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ സിറ്റിംഗ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് സിറ്റിംഗ് വേണ്ട, കിടക്കുന്നതാണ് വേണ്ടത് ഉദാഹരണത്തിന്. അപ്പോൾ ഞാനിവിടെ സിറ്റിംഗ് എന്നുള്ള ഈ ഭാഗം എഡിറ്റ് ചെയ്തു. ശേഷം സ്ലീപ്പിംഗ് എന്നുള്ളതാക്കി. ഇതേ രീതിയിൽ ഏത് ഭാഗവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ജോയിൻ ആൻഡ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾ പുതുതായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പുതിയ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ക്രിയേറ്റ് 1 എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ മെയിൽ ID ഉപയോഗിച്ച്, അതല്ലെങ്കിൽ പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ID ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യുന്നത്. സൈൻ ഇൻ കൊടുത്തു. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷനായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് എപ്പോഴും സൈൻ ഇൻ ചെയ്യേണ്ടതിനാൽ യെസ് കൊടുത്തു. അതിനുശേഷം ആ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ആവുന്നത് നിങ്ങൾ കാണാം. കുറച്ച് ക്ഷമ നമുക്ക് വേണം ഇതൊന്ന് ജനറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ ഒരു സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് പോരാ, ഇനി വേറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും പുറകോട്ട് പോയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാവുന്ന. കണ്ടില്ലേ, ഞാനിവിടെ 2 പ്രോംപ്റ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ഒരു കുട്ടി കിടന്നുറങ്ങുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു പയ്യൻ കിടന്നുറങ്ങുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനതിൻ്റെ ഏജും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ആവശ്യമുള്ളത് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായി ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് അതിനെ ഡൗൺലോഡ് ചെയ്യും. ഇനി അതല്ല ഇതിനെ എഡിറ്റ് ചെയ്യണം, അഥവാ ഇതിനെ മറ്റുള്ള ഫ്രെയിമിലേക്കോ മറ്റു രീതിയിലേക്കോ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഇമേജിനെ കസ്റ്റമൈസ് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള ഫ്രെയിമുകളിലേക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് നിരവധി ഫ്രെയിമുകൾ നിങ്ങൾ കാണാം. അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം.
അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണിച്ചു തന്നതെന്ന് മാത്രം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ഇമേജ് മാറുന്നതായിരിക്കും. ഇനി അതിന് ഏതെങ്കിലും പൊസിഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതിനുകൂടി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി അത് വേണ്ട, ഫോണിൽ നിന്ന് തന്നെ ഇതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു മാത്രം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിനെ PNG ആയിട്ടോ അതല്ലെങ്കിൽ സാധാ ഇമേജ് ആയിട്ടോ അതായത് JPEG ഇമേജ് ആയിട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഇത് ലോഡ് ആവുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്കതിനെ സാധാരണ ഒരു ഇമേജ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തന്നു മാത്രം. അതിൻ്റെ പോരായ്മ ഇവിടെ നിങ്ങൾക്ക് കാണാം, കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചു തരുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഒറ്റ തവണ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോംപ്റ്റ് ആവശ്യമുള്ളവർക്ക് ആ പ്രോംപ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പ്രോംപ്റ്റ് എഴുതിക്കൊണ്ട് അതിനനുസരിച്ചുള്ളത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.